സ്തോത്രം. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവത്തോളം ബലപ്പെടുത്തി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ദൈവം എൻ്റെ സഭാ മക്കൾ, ദൈവദാസന്മാർ, ഞങ്ങളുടെ അച്ഛന്മാർ എല്ലാം, എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റം അതുപോലെ കുഴപ്പം കൂടാതെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഭവനത്തിലേക്ക് കടന്നു വരുവാനത്തോളം റെഡിയായി. എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച അവിടെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ച ശൈലിക ഭവനത്തിൽ അവിടെ കിലോമീറ്റർ സഭയിൽ ആരാധനയ്ക്ക് പോകാൻ സാധിച്ചു. എല്ലാവരും പറഞ്ഞു, എന്തിനാ ഇപ്പം ആരാധനയ്ക്ക് പോകുന്നത് പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ വെടിവെച്ച് തോർച്ചത് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്ന. ഞാൻ ആ 10 മണിയാകുമ്പോഴത്തേക്കും അവർ വരാറുണ്ട്. പക്ഷേ 10 മണി 9:30 വരാറുണ്ട്. 9 മണിയായിട്ട് അവർ കാണാണ്ടായപ്പോൾ എനിക്ക് വലിയ അതാവില്ല. എല്ലാ കാര്യം മറന്നുപോലും എന്ന് കരുതി ഞാൻ വില കൂട്ടി. അവരൊക്കെ മുമ്പ് പോയി ഇറങ്ങി. വില കൂട്ടി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ഇതിപ്പോൾ എനിക്ക് നടന്നു പോകണമെന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വരിക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിന്ന് പറയുമെന്നൊക്കെ ഒന്ന് പേടിച്ചില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പാലക്കാരിൽ പിടിച്ചിരിക്കാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉള്ളൂ. ഞാൻ നല്ല ധൈര്യത്തോടെ അന്ന് ഇറങ്ങി ഞാൻ ഹാളിൽ നടന്നു പോയി. അവിടെ ഷൈജി ഒരു മറുപടി പെട്ടെന്ന് കഴിച്ചില്ലായിരുന്നു. അമ്മച്ചി എന്താ അമ്മച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നത്, ഏജാസ് വരില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, എന്നെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സന്തോഷത്തോടെ കയറി വന്നു. അവർക്ക് എല്ലാവർക്കും അതിശയമായിട്ട് തോന്നി. എനിക്ക് ആരാധന കഴിഞ്ഞ് അവിടെ തീർന്നവരെ അവിടെ ഇരിക്കുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ എല്ലാം ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം വലിയവനാണ്. ഞാൻ മരിച്ച ദൈവത്തെയല്ല ഞാൻ വിളിച്ച് അപേക്ഷിച്ചത്. ഞങ്ങളുടെ സഭാമക്കളും എല്ലാവരും വിളിച്ച് അപേക്ഷിച്ചത് ഫലമായിട്ടാണ് ഇത്രത്തോളം എല്ലാ ഫലത്തോടെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ ആയിരുന്നപ്പോഴും രാത്രികാലങ്ങളിലൊക്കെ എനിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും കൂടുതൽ നേരം ദൈവവചനത്തിൽ വായിക്കുവാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ 2 മാസം കഴിഞ്ഞിട്ട് പോകാൻ മതിയെന്ന് കുഞ്ഞുമോനും പറഞ്ഞത്. പക്ഷേ അപ്പം എനിക്ക് പോകണം, എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് ശരിയാവില്ല, ഞാൻ പോരുവാണെന്ന് മോനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ എന്ത് പറയും, എങ്ങനെയായി തീരും, ഇനി ഡോക്ടർ എന്ത് പറയും എന്നൊക്കെ ഡോക്ടർ കണ്ടു കഴിയുമ്പോൾ മിക്ക ആൾക്കാർക്കും സർജറി കഴിഞ്ഞാൽ ഉടനെ റേഡിയേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ഇല്ല, എനിക്കും അതൊന്നും സാധിക്കില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എത്രത്തോളം ബലപ്പെടുത്തിയെങ്കിൽ ഇനി യാതൊന്നും വരാതാണ് ദൈവം കാക്കുവാൻ മതിയായവനാണ്. ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി. ഡോക്ടറെ കണ്ടു, ഡോക്ടറെ കണ്ടു, മറ്റേ ഫിസിക്സ് ഡോക്ടറെ കണ്ടു. ഷുഗർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ എന്നെ വളരെ സന്തോഷത്തോടെ എന്നെ ഞാൻ ഡോക്ടറെ കണ്ട് മുറിവൊക്കെ കണ്ടുമ്പോൾ എല്ലാം ശരിയായില്ലോ. പിന്നെ സർജറി ചെയ്ത് നന്നായില്ലേ, ആദ്യത്തെ നടത്തി മുഖമൊക്കെ ചെന്നല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയെന്ന് പോവാം, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ വേറെ ഞാനൊന്നുമില്ല, മരുന്ന് ഒരു മാസം അല്ലാന്ന് വേണം, കുറച്ചാൾ മരുന്ന് കഴിക്കേണ്ടി വരും, പിന്നെ 5 ദിവസം മരുന്ന് കൂടി വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പോരുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ അവിടെ ഉണ്ടായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ദൈവം ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ, മറ്റുള്ളവരെ നിങ്ങളിരിക്കുന്ന മറ്റേ ലേഡി ഡോക്ടർമാരുണ്ട്, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തലയിൽ കൈ വെച്ച് ഡോക്ടർ ഇങ്ങനെ അതോടി എൻ്റെ തലയിൽ സന്തോഷമായിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞ് ദൈവം തിരിച്ച് ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചോണ്ട് താഴെ ഇറങ്ങുന്നപ്പോഴും ഡോക്ടർ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്നും ആരാധനയ്ക്ക് പോകണമെന്ന് നല്ല ധൈര്യത്തോടെ ഞാൻ പോകുന്നത്. എനിക്ക് യാതൊരു വേറെ കുഴപ്പമില്ല, വേദനയിലൊക്കെ കുറച്ചും ക്ഷമിച്ച് നടക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നിനും കുറവില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്ന ഈ സിസ്റ്റർമാരോട് പലരോട് ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാനിടയായി. കർത്താവിനോട് ഞാൻ ചോദിക്കുമ്പോൾ ഏത് സഭയിലും പോകണം, അപ്പോൾ ഇങ്ങനെ സഭയിലൊക്കെ പോകാൻ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും സഭയിൽ
ദൈവം യേശുക്രിസ്തു കണ്ടോ. ഞാൻ പറഞ്ഞു അവരോടൊക്കെ പറഞ്ഞു മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല വചനങ്ങളും ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷം. എത്ര പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും യേശുവിനെ പറ്റി പറയുവാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലാണെന്ന് ഞാൻ അറിയുന്നു. അതുപോലെ ഷൈനി അവിടെ ഹോസ്പിറ്റലിൽ നിന്ന ദിവസങ്ങളിൽ അവളും ദൈവത്തെ കുറിച്ച് ആ കുഞ്ഞുങ്ങളോട് അമ്മയും മോളും സുശേഷം പറയുന്നതാണ്. അമ്മയും മോളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിളിച്ച ദൈവമല്ലേ, ഞങ്ങൾക്കൊന്നും പറയാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊക്കെ സുശേഷം പറയുവാനും ആ ഡോക്ടർമാർക്കൊക്കെ എന്നെ നോക്കി എല്ലാ ഡോക്ടർമാർക്കും വളരെ സന്തോഷത്തോടെ എന്നോട് ഇടപെടുവാനും എപ്പോഴും വന്ന് അമ്മച്ചിയെന്ന് പറഞ്ഞു വിളിച്ചു. കുട്ടിക്ക് കൂടെ സൗഖ്യം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. മറ്റുള്ളവർ എന്നെ ഓപ്ഷൻ ചെയ്തതനുസരിച്ച് മറ്റുള്ളവർക്കൊന്നും ഇത്രത്തോളം വിടുതൽ കിട്ടിയില്ല. അവരിപ്പോഴും പ്രയാസത്തിലും വേദനയിലും ഒക്കെയാണ്. ദൈവം വിളിച്ചു ഓർത്താൽ അന്ന് പറഞ്ഞാൽ തീരുകയില്ല. അത്രത്തോളം എന്നെ സഹായിച്ചു. എന്നൊക്കെ വഴിയായി ഇനി എന്നെ തുടർന്ന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വീട്ടിലൊന്നും പോകാതെ ദൈവം എത്രത്തോളം സഹായിച്ചു. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കമ്മിറ്റിയിൽ വന്ന് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഇന്ന സമയത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുവാനും ഒക്കെ ദൈവം ചേട്ടനെ മോശം പ്രാർത്ഥിക്കണം. കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി ഞാൻ അർമ്മകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പുനരാമം മാറ്റപ്പെടുവാനായിട്ട് അമ്മച്ചിക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ കാര്യം ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല സാക്ഷ്യം എന്ന് വെച്ചാൽ അമ്മച്ചി എന്തോരം പറഞ്ഞാലും മതിയാവില്ല. ഞാൻ അത്രയേറെ ദൈവം ജീവിതത്തിൽ നന്മയോടെ കൊടുത്തിരിക്കുക. ഞാൻ ഇവർ രണ്ടുപേരും നിർത്തേണ്ട കാരണം ഇവര് ദൈവസഭയോട് കാണിച്ച ഏറ്റവും വലിയൊരു നന്മ നമ്മൾ സംസാരിച്ച് പറഞ്ഞു പോയ വിഷയമാണ്. എന്നാൽ ഇന്ന് ഇവർ രണ്ടുപേർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ആ അവസ്ഥയിൽ ഞാൻ ഇന്നിമറ്റത്ത് ചെന്നപ്പോൾ എന്നോട് അവരോട് പറഞ്ഞു ഈ അവസ്ഥയിൽ ഇത്രയും പൈസ ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറ്റില്ല, ഇത് ദൈവസഭയ്ക്ക് കൊടുക്കണമെന്ന് അങ്ങനെ വാശി പിടിച്ചു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ചെലവും കഴിഞ്ഞ് പൈസ ബാലൻസ് വന്നു. വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് നമ്മൾ കൂടുള്ളത്. പണം ബാലൻസ് വന്നു, എങ്ങും പോയി ഇറക്കേണ്ട വന്നില്ല. ആമേൻ. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരെ പണം എത്തിച്ചു. മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി മുടക്കിയിട്ട് ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് നല്ല മനസ്സോടെ കൊടുക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമെന്ന്, അവരുടെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് സത്യവേദ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന് കൊടുപ്പിന്, എന്നാൽ അമർത്തി കൂലിക്ക് കവിയുന്ന നല്ലൊരാൾ നിങ്ങളുടെ മടിയിൽ വെച്ച് തരാമെന്ന് വാഗ്ദത്തമാണ് ലഭിച്ചിട്ടുള്ളത്. തന്റെ മക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കും. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിഞ്ഞിരിക്കും. സ്തോത്രം. ഇത് അനുഭവിച്ചറിഞ്ഞ ഒരു പിതാവിന്റെ മകനാണ് ഞാൻ. സ്തോത്രം. ഞങ്ങൾ ഇതിന്റെ കൗൺസിലിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നടുവിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഭൂമിയിൽ അഭിമാനത്തോടെ നിൽക്കുന്നത് പിതാവ് ചെയ്തതിന് നന്മ ഒന്ന് മാത്രമാണ്. അപ്പന്റെ അനുഗ്രഹം മക്കളുടെ അവകാശമാണെങ്കിൽ ഇതിന്റെ അനുഗ്രഹം വാങ്ങാൻ മക്കൾ അർഹതപ്പെട്ടവരാണ്. ഇന്ന് ദൈവസഭയിൽ സന്തോഷത്തോടെ അപ്പച്ചൻ അമ്മച്ചിക്കും നമ്മൾ ആ റെസിപ്റ്റ് കൊടുക്കാൻ പോകണം. 1 ലക്ഷം രൂപയുടെ റെസിപ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്നാണ് സ്തോത്രം ഇവർക്ക് 2 ദിവസം നൽകിയാണ് ദൈവത്തിന്റെ മുന്നാമത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കർത്താവേ, പ്രിയ ഞങ്ങളുടെ അമ്മച്ചിക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി ഓപ്പറേഷനൊക്കെ വിജയകരമായി നടക്കാൻ ആരോഗ്യത്തോടെ പിന്നെയും സഭയിൽ വന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ എന്റെ മകൾക്ക് കൊടുത്ത വലിയ ഭാഗ്യ പദവിക്കായി സ്തോത്രം. നല്ലവരെന്ന് വിധിച്ചറിയുകയും അവന്റെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. തന്റെ മകൾക്ക് കൊടുത്ത അത്ഭുത വിടുതലിനായി സ്തുതിക്കുന്നു. ഇനിയും ആരോഗ്യത്തോടെ തന്റെ മകളെ സഹായിക്കണമേ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നുകളും അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ എല്ലാവരെയും മക്കളെല്ലാവരെയും സ്നേഹിച്ചും അവരിൽ നിന്ന് സ്നേഹം വാങ്ങിയും ദൈവസഭയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെയും കയറുവാൻ തന്റെ മകളെ അങ്ങ് സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യം എല്ലാം കർത്താവ് കൊടുക്കണമേ. പ്രിയ ജ്യേഷ്ഠനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബമായി അവരെ മാനിക്കണം. അവർക്ക് കൊടുത്തിരിക്കുന്ന തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. ഞങ്ങളിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മച്ചിയെയും പ്രിയമ്മയെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവ അനുഗ്രഹവും അവർക്ക് കൊടുക്കണമേ.
അവിടുത്തെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ. രക്തത്തിന്റെ സംരക്ഷണം ദൂതന്മാരുടെ കാവൽ അവർക്ക് മകത്വമെല്ലാം കൊടുത്തേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ.